കടന്നു വന്ന എല്ലാവർക്കും വന്ദനം. ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ശ്രദ്ധേയ റോമാലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കുകയും ആ വേദഭാഗം തുടർന്ന് നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. Let us together turn our attention to Epistle of Romans chapter 1, beginning with verse 18 to verse 23. മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസദൃശമായി മാറ്റിക്കളഞ്ഞു. മതിയാവും. ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മുകളിൽ പറഞ്ഞതുമായിട്ട് നിശ്ചയമായിട്ടും അതിനെ കണക്റ്റ് ചെയ്താണ് പോൾ തുടർന്നുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. If you want to really know what does it really mean when Paul wrote to the Roman Christians, we need to read it and understand the very sustained logic in these verses. ആ വാക്യങ്ങളിൽ തുടർമാനമായിട്ട് പൗലോസ് പറയുന്ന ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. Paul very precisely, which has got so much meaning in it, very precisely in 16 and 17, 16-17 വാക്യങ്ങളിൽ വളരെ അർത്ഥസമ്പുഷ്ടമായിട്ട് ദൈവത്തിൻ്റെ സുവിശേഷം എന്താണെന്ന് പോൾ പറഞ്ഞു. Paul has explained what is God's gospel. ആ ഗോഡ്സ് ഗോസ്പലിനെ കുറിച്ച് പറയുമ്പോൾ Paul is going to tell us the gospel is necessary for every human being. For all, gospel is necessary. The gospel is necessary because there is such a thing as the wrath of God. And because only the gospel of salvation by grace through faith, verses 16 and 17, brings deliverance from that wrath. അപ്പോൾ എന്തുകൊണ്ടാണ് പൗലോസ് ഇവിടെ ഈ കാര്യം പറയുന്നത്? ആക്ച്വലി ആ 16-17 വാക്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ലേഖനത്തിൻ്റെ ഒരു സമ്മറിയാണ്. Verses 16 and 17 is the summary of the epistle. And that very thing rests upon the assumption that all men are, whether they are Jew or Gentile, apart from the gospel, are under the wrath of God. So Paul is going to explain all men without exception, എല്ലാവരും ആരുമില്ലാതെ എല്ലാവരും ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ
ആദ്യം 16-17 വാക്യങ്ങളിൽ സുവിശേഷം എന്താണെന്നും ഈ ലേഖനത്തിൻ്റെ ഒരു സംക്ഷിപ്തമാകുന്ന രൂപം താൻ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് സുവിശേഷത്തിൻ്റെ ആവശ്യകത എന്നുള്ളത് താൻ ആദ്യം പറയുക. ഇതാണ് പോള് റോമാലേഖനം 1, 2, 3 അധ്യായങ്ങളിൽ വിശദീകരിക്കുന്നത്. Now, let us look at that verses one by one. What is Apostle's argument here? He back to back refers, number 1 in verse 16, to the power of God. In verse 17, he talks about the righteousness of God. In verse 18, he speaks about the wrath of God. And in verses 19 to 20, he explains the glory of God. Okay. ഈ 4 കാര്യങ്ങളാണ് പൗലോസോട് പറയുന്നത്. 16-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്നു. 17-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് പറയുന്നു. 18-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ കോപത്തെക്കുറിച്ച് പറയുന്നു. 19ഉം 20ഉം വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ തേജസ്സിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം കണക്റ്റഡാണ്. എന്താണ് പോൾ ഇവിടെ പറയുന്ന കാര്യം? നമ്മളൊന്ന് അതൊന്ന് ആ ഓർഡർ ഒന്ന് തിരിച്ചിട്ടാൽ നമുക്കിങ്ങനെ കാണുവാനായിട്ട് കഴിയും. 1, ഗോഡ് ഇൻ വേഴ്സ് 19 to 20, God reveals his glory, his eternal power and his divine nature in the creation. Okay? ദൈവം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ അവിടുത്തെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ വെളിപ്പെടുത്തുകയാണ്. God reveals his glory. When Paul in those verses speaks about the glory of God, of course he means God's creative power. So when God created everything, that creation, Paul says, reveals the glory of God. It is understood by everybody. Okay, എല്ലാവരാലും മനസ്സിലാക്കപ്പെടുന്ന ഒരു സത്യമാണ് സൃഷ്ടിയിൽ ദൈവം തൻ്റെ തേജസ് വെളിപ്പെടുത്തുന്നു. 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ he reveals his wrath against the sin of those who suppress their knowledge of the Creator. So, since God has revealed, God has given some evidences about himself in the creation, in verse 18, when you come the opposite order, അതിൻ്റെ 20 മുതൽ മുകളിലോട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുത്തിയത് കൊണ്ട് 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ കോപം എല്ലാവർക്കും എതിരെ വെളിപ്പെടുകയാണ്. കാര്യം എന്താ? സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുത്തിയിട്ടും ആ വെളിച്ചത്തിനനുസൃതമായിട്ട് അവർ ദൈവത്തെ അന്വേഷിച്ചില്ല. അതാണ് 18-ാമത്തെ വാക്യം. And verse 17, he reveals his righteousness, his righteous way of putting sinners right with himself in the gospel. Okay? സൃഷ്ടിയിലെ വെളിപ്പാട്, അതിനെതിരെ അത് അറിഞ്ഞിട്ടും മുൻപോട്ട് പോകുന്നവർക്കെതിരെ ദൈവത്തിൻ്റെ കോപം. എന്നാൽ ദൈവത്തിൻ്റെ കോപത്തിൽ അകപ്പെട്ടാൽ മനുഷ്യന് രക്ഷയില്ല. അതുകൊണ്ട് സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി.
മനുഷ്യൻ്റെ എല്ലാ വീഴ്ചയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ നീതി, കാരണം മനുഷ്യൻ്റെ നീതിയാൽ അവൻ രക്ഷപ്പെടാൻ പറ്റുകയില്ല. അപ്പോൾ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ God reveals his righteousness in the gospel. The righteousness of God is God's way of putting every sinner who suppress the knowledge of the truth with his wickedness. God, in his mercy, in the gospel, reveals righteousness. Don't worry. You have suppressed the knowledge of God long enough. Even then, he wants to forgive you. That is gospel. അല്ലേ? അതാണ് ആ ആർഗ്യുമെൻ്റ്. എന്നിട്ട് അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ he reveals his power in every believer by saving him or her. ഇല്ലേ? Verse 16. So that is the order. Although Paul writes in a different order, but this is the order തിയോളജിക്കലി, ദൈവശാസ്ത്രപരമായിട്ടുള്ള ഓർഡർ അതാണ് നമ്മൾക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. Now, let's come back to verse 18. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. Verse 18, for the wrath of God is revealed from heaven against all ungodliness and unrighteousness of men who by their unrighteousness suppress the truth. So God's wrath is revealed. So when Paul mentions the wrath of God, the anger of God, there are at least 3 things we need to understand here. ദൈവത്തിൻ്റെ കോപത്തെക്കുറിച്ച് പൗലോസ് ഇവിടെ പറയുമ്പോൾ 3 കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. ഒന്ന്, the nature of God's wrath. What is the nature of God's wrath? ആ കോപത്തിൻ്റെ സ്വഭാവം എന്താണ്? 2, the objects. Secondly, the objects of God's wrath. ആരാണ് ദൈവത്തിൻ്റെ കോപത്തിൻ്റെ കീഴിൽ വരുന്നത്? 3, number 3, the outworking of God's wrath. ദൈവത്തിൻ്റെ കോപത്തിൻ്റെ പ്രവർത്തന രീതി എന്താണ്? How does it work out? So these are the 3 things we are going to quickly learn from this passage. I don't need to go to the details of every verse, but I'll give you a general outline by which you can clearly see what Paul really means here. ആ തുടർന്നുള്ള വേദഭാഗം എല്ലാ വാക്യങ്ങളും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ അതിൻ്റെ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ എന്താണ് പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്പർ 1, വാട്ട് ഈസ് ദ wrath ഓഫ് ഗോഡ്? എന്താണ് ദൈവകോപമെന്ന് പറഞ്ഞാൽ? God's wrath is his holy hostility to evil. ദൈവത്തിൻ്റെ കോപമെന്ന് പറഞ്ഞാൽ സകല ദുഷ്ടതയോടുമുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആ ശത്രുതാ മനോഭാവമാണ്. പരിശുദ്ധമായ ശത്രുത, ഹോളി ഹോസ്റ്റിലിറ്റി. Okay, God is angry whenever evil is present. God is angry. And God's
Anger is his refusal to condone it or come to terms with it. എന്ന് പറഞ്ഞാൽ ദൈവം തിന്മയ്ക്കെതിരെ തിന്മയെ സഹിക്കുന്നില്ല. ഹി ഡസൻ എന്താ പറയുന്നത്, അതിനെ ടോളറേറ്റ് ചെയ്യുന്നില്ല, അതിനെ ന്യായീകരിക്കുന്നുമില്ല. God is always angry. God is always angry against every evil. Okay. ദൈവം എല്ലാ തിന്മയ്ക്കുമെതിരെ ദൈവം കോപിഷ്ഠനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കോപം എന്നൊക്കെ ഉള്ള വിഷയം പൊതുവെ ആരും പ്രസംഗിക്കാത്ത വിഷയമാണ്. Nobody wants to speak about God's anger, God's wrath. But the Bible speaks about God's wrath. And mind you, the opposite word to God's wrath is not love. The opposite word to God's wrath is being neutral. Okay? അതായത് ദൈവകോപം, പലരും പറയുന്നത് എന്നാണെന്നറിയാമോ? അയ്യോ, നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറ. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വേദപുസ്തകത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും ദൈവത്തിൻ്റെ കോപത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഇൻഫാക്റ്റ് എംഫസിസ് ചെയ്ത് വേദപുസ്തകം പറയുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്. അതല്ലേ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്, ഗോഡ് ഈസ് ഹോളി ഹോളി ഹോളി. ഡു വി റീഡ് any statement, any verse in the Bible that says God is love, love, love? We don't read. We only read God is holy, holy, holy. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചാണ് വേദപുസ്തകം എംഫസൈസ് ചെയ്ത് പറയുന്നത്. അതിനോട് ചേർന്ന് വരുന്നതാണ് പരിശുദ്ധനാകുന്ന ദൈവത്തിന് ഒരിക്കലും തിന്മയെ ടോളറേറ്റ് ചെയ്യുവാൻ കഴിയുന്നതല്ല. ബിക്കോസ് ഗോഡ് ഈസ് ഹോളി, ഹി cannot tolerate or condone sin and evil in any shape or form. That is what Bible teaches. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. Okay. So, it is God's holy hostility towards any type of evil, his refusal to condone it, and his judging upon it. Okay, ദൈവം അതിനെ ന്യായമായി ശിക്ഷ വിധിക്കാൻ പോകുകയാണ്. So, this is what is all about God's wrath. ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കോപം. So we have seen what is God's wrath briefly. Secondly, against what is God's wrath revealed? എന്തിനെതിരെയാണ് ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നത്? പൊതുവെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ കോപം തിന്മയ്ക്കെതിരെ മാത്രമാണ് വെളിപ്പെടുന്നത്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കോപമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് നമ്മുടെ കോപം പോലെ ദൈവത്തിൻ്റെ കോപമെന്ന്. When we read about the wrath of God, don't ever think it is like our anger. We get angry when our pride has been wounded. We always get angry when our pride gets wounded. We don't care if God's name is blasphemed. We don't care. We only get angry
when something touches my skin, I get angry. But God's anger is not a kind of irritation or a resentment. There is no irritation or resentment in God's anger. Okay, ദൈവത്തിൻ്റെ കോപത്തിൽ വ്യക്തിപരമാകുന്ന ഒരു വൈരാഗ്യവുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കെപ്പോഴും കോപം വരുന്നത് വ്യക്തിപരമാകുന്ന വൈരാഗ്യങ്ങളാണ്, പകയാണ്. അതുകൊണ്ടാണ് പക വഴക്കുകൾക്ക് കാരണമാകുന്നെന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ദൈവകോപം അങ്ങനെയല്ല. നത്തിങ് അറൗസസ് ഗോഡ്സ് ആങ്കർ except evil, and evil always does arouse God's anger. So this is how God's anger is revealed in the Bible. ദൈവത്തിൻ്റെ കോപം എപ്പോഴും തിന്മയ്ക്കെതിരെയാണ്, ഈവിളിനെതിരെയാണ്. ഇനിയും 18-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ എന്തിനെതിരെയാണ് ആ കോപം വെളിപ്പെട്ടിരിക്കുന്നത്? നമ്മൾ വായിക്കുന്നത്, മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. സോ ഗോഡ്സ് ആങ്കർ ഈസ് നോട്ട് റിവീൽഡ് ഇൻ എ വാക്യൂം. It doesn't say simply he is angry, but there are certain specific instances in which God's anger is revealed. Number one, Paul says God's anger is revealed against all ungodliness and unrighteousness. രണ്ട് കാര്യങ്ങൾക്കെതിരെയാണ് ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നത്. മനുഷ്യരുടെ അഭക്തിക്കും അനീതിക്കും നേരെയാണ് ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നത്. ഒരു ദൈവഭൃത്യൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ungodliness, the sin of ungodliness is a sin against God, and the sin of unrighteousness is against man. ഒരു ദൈവഭൃത്യൻ പറഞ്ഞേക്കുന്നത്, അഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ആ നിലയിലാണ്, എന്നാൽ അനീതി എന്ന് പറഞ്ഞാൽ മനുഷ്യനോടുള്ള ബന്ധത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ അതുകൊണ്ടാണ് പൗലോസ് അതിൻ്റെ 3:18 വരുമ്പോൾ, 3:18 വരുമ്പോൾ, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല, അവരുടെ ദൃഷ്ടിയിൽ 3:18 എന്താ പറയുക, there is no fear of God before their eyes. So if there is fear of God is godliness. It is not simply being afraid of God, that God would punish me. No. Fear of God is something which is a mixture of love for God, desire for God, and love, desire. And there is one more thing in the fear of God: always desiring God, always loving God, always obeying God. These are the 3 things that really, makes up godliness. അതുകൊണ്ടാണ് ദൈവത്തെ ഭയപ്പെടുന്ന, അല്ലെങ്കിൽ ഗോഡ് ഫിയറിങ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സത്യത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ആഗ്രഹിക്കുന്ന, ദൈവം തന്നെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി. അങ്ങനെയാണ് വേദപുസ്തകത്തിൽ ദൈവഭക്തിയെക്കുറിച്ച് നാം വായിക്കുന്നത്. അപ്പോൾ ഇഫ് ദർ ഈസ് ഗോഡ്ലിനെസ്, വി വിൽ ഒബേ ഗോഡ് വിത്ത് ജോയ്. അത് നമ്മൾ നിശ്ചയമായിട്ടും മനസ്സിലാക്കണം. ഇവിടെ അനീതി കൊണ്ട്
സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. Now, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന അവർക്കെതിരെയാണ് ദൈവത്തിൻ്റെ കോപം എന്ത് ചെയ്യുന്നത്? വെളിപ്പെടുന്നത്. Now, what is the truth that Paul has in mind here? അപ്പോൾ ഇവിടെ സത്യത്തെ തടുക്കുകയാണ്. അതിനെതിരെ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും അനീതിക്കും അഭക്തിക്കും നേരെ ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുകയാണ്. ആ സത്യമെന്ന് പറയുന്നത് എന്താണ്? അതാണ് അടുത്ത വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. So, what may be known about God is plain and open. That is the truth. Okay. In other words, there is a knowledge of God in the natural order available to all men. So that is the truth about which Paul is speaking here. പൗലോസ് ഇവിടെ സംസാരിക്കുന്ന ആ സത്യം എന്ന് പറയുന്ന കാര്യം ദൈവത്തെക്കുറിച്ചുള്ളതാകുന്ന ഒരു വെളിപ്പാട് ദൈവം നൽകിയിട്ടുണ്ട്. എന്താണത്? Verse 20 explains. 20-ാം വാക്യം അത് വിശദീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ ദൈവം തന്നെക്കുറിച്ചുള്ളതാകുന്ന ഒരു നോളജ്, ഒരറിവ് മനുഷ്യർക്ക് തരാൻ തക്കവണ്ണം ദൈവം തന്നെ മുൻകൈയെടുത്ത് എന്ന് പറഞ്ഞാൽ God himself took the initiative to make a certain knowledge about himself to all human beings. That is what verse 20 explain. 20-ാം വാക്യം അതാ പറയുന്നത്. ഒന്ന് വായിച്ചോളൂ 20-ാം വാക്യം. അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. നോക്ക്, അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ ആ തേജസ് എന്ന് പറയുന്നത്? 3:23 നമ്മൾ വായിക്കുന്നത് ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, ഇവരെന്ത് ചെയ്തു? ഹിസ് ഇൻവിസിബിൾ ആട്രിബ്യൂട്ട്സ്, നെയിംലി ഹിസ് ഇറ്റേണൽ പവർ and divine nature have been clearly perceived ever since the creation of the world in the things that have been made, so they are without excuse. അപ്പോൾ ഇവിടെ ആ ക്രിയേഷനിൽ, സൃഷ്ടിയിൽ ദൈവം തന്നെക്കുറിച്ചുള്ളതാകുന്ന ഒരു വെളിപ്പാട് നൽകുകയാണ്. എന്ന് പറഞ്ഞാൽ താൻ സൃഷ്ടിച്ചതിൽ കൂടെ, കാണാൻ കഴിയുന്ന ആ സൃഷ്ടിയിൽ കൂടെ കാണാൻ കഴിയാത്തവനായ ദൈവത്തെക്കുറിച്ചുള്ളതാകുന്ന ഒരു വെളിപ്പാട് ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്നു. സോ ഗോഡ് ഗിവ്സ് എ റെവലേഷൻ ഓഫ് ഹിസ് ഗ്ലോറി ത്രൂ ദ ക്രിയേറ്റഡ് ഓർഡർ. God gives that revelation, but God himself cannot be seen. But there is the glory of God. ഇത് പോൾ അവിടെ പറഞ്ഞിട്ട് നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, the truth of God's revelation through creation is a theme in the scripture. സൃഷ്ടിയിൽ കൂടെ ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് വേദപുസ്തകത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സാം നമ്പർ
19. In scripture, when you read God's revelation of his glory, Psalm 19 verse 1, the heavens declare the glory of God. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. And in Isaiah chapter 6 and verse 3, the Bible says, the whole earth is full of his glory. സർവഭൂമിയും അവൻ്റെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. Isaiah 6:3. You know, we know the history of Job in the Old Testament. Job in the Old Testament. And we know the story. He was so afflicted and he was suffering beyond our imagination. And 4 friends came and they couldn't explain. They couldn't tell him why. നമുക്കറിയാം, യോബിനെ കുറിച്ച് അറിയാം, അവൻ്റെ കഷ്ടതയെക്കുറിച്ച് അറിയാം. 4 സ്നേഹിതന്മാർ കടന്നു വരുന്നു. അവർ ജോബിനെ കുറ്റം വിധിച്ചതല്ലാതെ അവർക്കൊന്നും പറയാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ when you come to chapter 37 to 41, when you come to the book of Job, chapter 37 through 41, before that, Job was, he had lot of questions. Why? And I will ask God. When I see him, I will ask him, why? That was Job's question all along. But when God reveals himself, God doesn't answer a single question of Job. 37 മുതലുള്ള അധ്യായങ്ങളിൽ യഹോവ ചുഴലിക്കാറ്റിൽ പ്രത്യക്ഷനാകുമ്പോൾ യോബിൻ്റെ ഒരു ചോദ്യത്തിനും മറുപടി യഹോവ കൊടുക്കുന്നില്ല. പിന്നെ യഹോവ എന്താ ചെയ്യുന്നത്? യഹോവ leave alone answering any of Job's questions. In fact, Yahweh himself asks so many questions back to back. That is what we read in 37 to 41 of Job. യോബിൻ്റെ പുസ്തകത്തിൽ 37 മുതൽ 41 വരെ, അതുവരെ യോബ് റൈസ് ചെയ്ത് ഒരു ചോദ്യത്തിനും മറുപടി കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, യഹോവയാകുന്ന ദൈവം അങ്ങോട്ട് ചോദ്യം ചോദിക്കുക. അതും സംടൈംസ് യു ഫീൽ ഇറ്റ് വെരി സില്ലി. കാട്ടാടിൻ്റെ പ്രസവ സമയം നിനക്ക് അറിയാമോ? അപ്പം നമ്മൾ ചിന്തിക്കും, ഇതെന്നെ ഫൂളിഷ് ക്വസ്റ്റ്യൻസ് ആണോ? അല്ല. See, there are, it seems, certain foolish questions there. It seems God is asking certain foolish questions, but none of them are foolish. Why? Because അതിൻ്റെ കാര്യം എന്നാ? നിനക്ക് കാണാൻ കഴിയുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് നിനക്കറിയത്തില്ല. അതാ യോബിനോട് പറയുന്നത്. See, Job, what God, Yahweh was teaching him by asking questions. This is what he taught him. Job, you can observe certain things in the creation, but even when you observe carefully, many of the things you don't know. Then why do you presume what I am doing is evil? അതായത് യോബിനോട് പറയുന്ന കാര്യം എത്രയേ ഉള്ളൂ, കാണാൻ കഴിയുന്ന ഈ കാര്യങ്ങളുടെ അർത്ഥം പോലും നിനക്കറിയത്തില്ല, പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നിനക്കെന്തറിയാം? ആൻഡ് ദെൻ അത് പറഞ്ഞിട്ട് പ്രകൃതിയിലെ അനേകം മൃഗങ്ങളെക്കുറിച്ച് ഒക്കെ ദൈവം പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ
യോബിൻ്റെ ആൻസർ എന്നാണെന്നറിയാമോ? യോബിൻ്റെ ആൻസർ, hitherto, until now, I have only heard, but now I have seen. നോക്കണം, ഇതുവരെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെങ്കിൽ ആ സൃഷ്ടിയിലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ദൈവം യോബിനോട് പറഞ്ഞപ്പം യോബിൻ്റെ മറുപടി, ഞാൻ ഇതുവരെ കേട്ടതേ ഉള്ളൂ, ഇപ്പം എൻ്റെ കണ്ണാൽ ഞാൻ കണ്ടിരിക്കുന്നു. സോ ഇതാണ് സൃഷ്ടിയിലുള്ള ദൈവത്തിൻ്റെ വെളിപ്പാട്. അതുകൊണ്ടാണ് that is why when Paul preaches to the people in Lystra in Acts chapter 14 verse 14 following, 14 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചോളൂ. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു പറഞ്ഞത്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അവരോട് പറയുന്നത് എന്താ? ആ ബർബരന്മാരോട് പറയുക, നിങ്ങൾ ആകാശവും ഭൂമിയും അവയിലുള്ള സകലവും സൃഷ്ടിച്ച ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? തിരിയണം. അപ്പോൾ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ ഒരു വെളിപ്പാട് ദൈവം വെച്ചിട്ടുണ്ട്. സോ ഇൻ ക്രിയേഷൻ ഗോഡ് ഹാഡ് ഗിവൺ സം റെവലേഷൻ, എ ജനറൽ റെവലേഷൻ അബൌട്ട് ഹിംസെൽഫ്. അതുകൊണ്ടാണ് അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. സോ ഇത് ആ ജനറൽ റെവലേഷനാണ്. സോ നമ്പർ 1, it is general revelation in the creation. Why it is general? Because it is not the particular revelation which is revealed in Christ and through the biblical authors. അതായത് പൊതുവാകുന്ന ദൈവത്തിൻ്റെ വെളിപ്പാടും സവിശേഷമാകുന്ന ദൈവത്തിൻ്റെ വെളിപ്പാടും തമ്മിലുള്ള വ്യത്യാസം, പൊതുവായ വെളിപ്പാട് ദൈവം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, സൃഷ്ടിയിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ സവിശേഷമാകുന്ന വെളിപ്പാട് ക്രിസ്തുവിൽ കൂടെ മാത്രമേ ഉള്ളൂ, ദൈവവചനത്തിൽ കൂടെ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടുന്നത്? സുവിശേഷം പറയുന്നത്. See, although in the creation there is a revelation about God, but that revelation is not in and of itself powerful enough to save a sinner. It only gives a revelation about God. സൃഷ്ടിയിലെ ആ വെളിപ്പാട് അതിൽ തന്നെ ഒരു പാപിയെ രക്ഷിപ്പാൻ പര്യാപ്തമല്ല. പിന്നെയോ ദൈവത്തെക്കുറിച്ചുള്ളതാകുന്ന ഒരു വെളിപ്പാട് മാത്രം അവിടെ നൽകുകയാണ്. എന്നാൽ ക്രിസ്തുവിലൂടെയും ദൈവവചനത്തിൽ കൂടെയുമാണ് രക്ഷയ്ക്കായിട്ടുള്ള ദൈവത്തിൻ്റെ വെളിപ്പാട്. അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷം പറയേണ്ടത്. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ ഈ കാര്യം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ദിസ് റെവലേഷൻ ഓഫ് ഗോഡ് ഇൻ ദ ക്രിയേഷൻ ഈസ് കണ്ടിന്യൂവസ്. അത് തുടർച്ചയായിട്ടുള്ളത്. അതുകൊണ്ടാണ് സങ്കീർത്തനം സാം നമ്പർ 19 വേഴ്സ് 2, ഡേ ആഫ്റ്റർ ഡേ, നൈറ്റ് ആഫ്റ്റർ നൈറ്റ്, അല്ലേ? പകൽ പകലിന് വാക്കു പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. മുകളിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയാണതേ. ആകാശം ദൈവത്തിൻ്റെ
മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അത് പറഞ്ഞേച്ച് രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു. ഡേ ടു ഡേ, ഡേ ടു ഡേ pours out speech, and night to night reveals knowledge. ഓക്കെ, എന്നാൽ ദൈവത്തിൻ്റെ ആ വെളിപ്പാട് സൃഷ്ടിയിൽ കൂടെ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുത്തുന്നുവെങ്കിലും രക്ഷയ്ക്ക് അത് ഉതകുന്നില്ല. ഈ ദൈവത്തിൻ്റെ വെളിപ്പാട് ഈവൻ the psalm was written long time ago. ഡേവിഡ് ഒരു ഇടയനായിട്ട് മരുഭൂമിയിലും കാടുകളിലും ഒക്കെ നടന്നപ്പോൾ രാത്രിയിലും പകലും ഈ നഗ്നമാകുന്ന നയനങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ദാവീദ് പറയുന്നത്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ റീഡേഴ്സ് ഡൈജസ്റ്റിൻ്റെ ഒരു അവർ കോംപ്ലിമെൻ്ററി ആയിട്ട്, ബിക്കോസ് ഐ വാസ് എ സബ്സ്ക്രൈബർ ടു ദാറ്റ് മാഗസിൻ ഫോർ സോ മെനി ഇയേഴ്സ്, they used to send me so many complimentary books. അങ്ങനെയുള്ള ഒരു ബുക്കിൽ അന്ന് ആ സമയത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെൻഷനെ കുറിച്ച് ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, ജസ്റ്റ് ടേക്ക് എ ഹ്യൂമൻ സെൽ. അദ്ദേഹം പറയും, മനുഷ്യൻ്റെ ശരീരത്തിലെ ഒരു സെല്ല്, ആ സെല്ലിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയാൽ ആ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത ആ സെല്ലിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്. അദ്ദേഹം പറയുക, ദിസ് ഷോസ് ദർ ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ക്രിയേറ്റർ ബിഹൈൻഡ് ദിസ്. പ്രിയപ്പെട്ടവരെ, അതായത് ഈ ഒരു ആർഗ്യുമെൻ്റ് ഇന്നും വാലിഡാണ് കേട്ടോ, ഇന്നും വാലിഡാണ്. കാരണം സയൻസിന് അജ്ഞാതമായിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ദ മോർ എ ട്രൂ സയൻറ്റിസ്റ്റ് സ്റ്റഡി, ദ മോർ ഹി വിൽ ബി കോൺഷ്യസ് ഓഫ് എ ക്രിയേറ്റർ ബിഹൈൻഡ്, ഇല്ലേ? അതുകൊണ്ടാണ് ഈ നിരീശ്വരവാദികൾ ഇൻവെൻ്റ് ചെയ്ത കാര്യമായ ഇൻവെൻഷൻ ഒന്നും ലോകത്തിലില്ല. അതറിയാമോ? അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? നിരീശ്വരവാദികളെല്ലാം എപ്പോഴും പറയുന്ന ഒരു കാര്യം സയൻസ് എഗൻസ്റ്റ് ആണ് ദൈവത്തെ. പിന്നെ ഈ റിലീജിയന് ശരിയായിട്ട് സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ റിലീജിയനൊന്നും വേണ്ട എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഏറ്റവും വലിയ ഇൻവെൻഷൻസ് എല്ലാം നടത്തിയത് ദൈവവിശ്വാസികളാണ്. അതും പലരും ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് ആയിരുന്നു. അവരുടെ ആ സയൻറ്റിഫിക് നോളജ്, അതിൻ്റെ അന്തം എന്തായിരുന്നു? അവരൊരിക്കലും ദൈവം ഇല്ലെന്നല്ല പറഞ്ഞത്, ദൈവം ഉണ്ടെന്ന് ഉള്ള തെളിവാണ് അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അതാണ് ഞാൻ പറഞ്ഞത്, ഈവൻ ഇൻ ക്രിയേഷൻ ഗോഡ് ഹാസ് സെറ്റ് ഹിസ് ഗ്ലോറി, ഇല്ലേ? അതുകൊണ്ടാണ് ഇൻ വേഴ്സ് 20, so that men are without excuse. അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, എന്തിനെതിരെയാണ് ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നത്. നിങ്ങൾ യു ഷുഡ് ഫോളോ മീ അല്ലോ. എനിക്കറിയാം, ദിസ് ഈസ് ഹാർഡ് മീറ്റ്. വി ഡോണ്ട് യൂഷ്വലി, എനിക്കും ഹാർഡ് മീറ്റ് പറയാൻ ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വചനം പറയുന്നത് നമ്മൾ പഠിക്കണ്ടേ? അതുകൊണ്ടാണ്
എനിക്കും ഇഷ്ടം എല്ലാവരെയും ഒന്നും ഹല്ലേലൂയ പറഞ്ഞൊന്ന് ഉണർത്തി വിടുന്ന എനിക്കും താല്പര്യം. പക്ഷേ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. സോളിഡായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലോട്ട് കയറണം, എങ്കിലേ പറ്റുള്ളൂ. അല്ലേ നമ്മളാരും നിലനിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കണം. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞാൽ പോൾ എന്നാ അർത്ഥമാക്കുന്നത്? സോ ദാറ്റ് മെൻ ആർ വിത്തൗട്ട് എക്സ്ക്യൂസ്. വൈ? ബിക്കോസ് പോൾ ഈസ് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഈവൻ എ pagan who never heard the gospel, who was given some kind of revelation of God in creation, and a Jew who was given scripture, he is going to explain that later on, are equally under the wrath of God. Why? Because even the pagan who doesn't have the law of God and the Jew who has the law of God are equally guilty, because nobody lives up to the knowledge they have received. അതാ എൻ്റെ വിഷയം. അതായത് അക്ഷരാഭ്യാസമില്ലാത്ത ഒരു ബർബരനും ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയ യഹൂദനും ഒരുപോലെ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ കീഴില. കാരണം എന്താ? അതാ പോൾ പറയുന്നത്, അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. അതിൻ്റെ കാരണം പ്രകൃതിയിൽ ദൈവത്തെക്കുറിച്ചുള്ളതാകുന്ന വെളിപ്പാട് കിട്ടിയ ഒരു ജാതീയനാകുന്ന വ്യക്തിയും ദൈവത്തിൻ്റെ അരുളപ്പാട് കയ്യിലിരിക്കുന്ന യഹൂദനും ഒരുപോലെ ദൈവം എത്രത്തോളം വെളിപ്പാട് ഓരോരുത്തരും കൊടുത്തോ അതിന് അടുത്ത് അവൻ ജീവിക്കുന്നില്ല. ആ വെളിപ്പാടിനനുസരിച്ച് അവൻ ജീവിക്കുന്നില്ല. ഇതാ ദൈവത്തിൻ്റെ ദിസ് ഈസ് ഗോഡ്സ് ചാർജ് അഗെയിൻസ്റ്റ് ഓൾ ഓഫ് us. ഞാൻ ഒരിക്കൽ ഇത് പറഞ്ഞപ്പോൾ when I once said this, Pastor, that is why I don't come for the Bible class, because the more you listen, നോക്കിയേ എത്ര മിടുക്കനാന്ന് നോക്കിയേ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നോ, ഡോണ്ട് വറി, ഗോഡ് വിൽ ഹോൾഡ് യു റെസ്പോൺസിബിൾ ഫോർ വാട്ട് യു ഹേർഡ്. അപ്പം ബർബരനെയും ദൈവം എന്ത് ചെയ്യും? പിടിക്കും. പ്രമാണം കിട്ടിയ യഹൂദനും ഒരുപോലെ ദൈവകോപത്തിൻ്റെ കീഴിലാണ്. കാരണം എന്താ? ആ പ്രമാണമില്ലാത്ത ബർബരനും ദൈവത്തിൻ്റെ വെളിച്ചത്തിനനുസരിച്ച് അവൻ ജീവിക്കുന്നില്ല. കാരണം അനീതി കൊണ്ട് അവൻ എന്ത് ചെയ്യുക? സത്യത്തെ തടുക്കുക. ഹി സപ്രസ്ഡ് ദ ട്രൂത്ത് ബൈ അൺറൈച്ചസ്നെസ് ആൻഡ് അൺഗോഡ്ലിനെസ്. വെദർ ഹി ഈസ് എ Jew or a Gentile, both of them. No one lives up to the knowledge, the light he or she received. And therefore, Paul says, God is angry. God is angry. Now, it is, in a nutshell, it is against all of human rebellion, God's wrath is revealed. മനുഷ്യൻ്റെ സകല ദൈവത്തോടുള്ളതാകുന്ന എതിർപ്പും. ദൈവത്തോട് നമ്മൾ എതിർക്കുന്നുണ്ടോ? യെസ്. നമ്മൾ ദൈവത്തോട് മാർക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. പോൾ പറയുക, ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുക. Now, how God's wrath is revealed? That is the third thing. എങ്ങനെയാണ് ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നത്? കഴിഞ്ഞ ആഴ്ചയിൽ അല്പം ചില കാര്യം ഞാൻ പറഞ്ഞു. എങ്കിലും we all know that God's wrath will be revealed in future. We all know that. നമുക്കെല്ലാവർക്കും അറിയാം ദൈവത്തിൻ്റെ കോപം ഭാവിയിൽ ഒരു ദിവസം വെളിപ്പെടാൻ പോകുകയാണ്.
അതെന്നാ? ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചു. 1 Thessalonians 1:10 in English and 1:9 in Malayalam. And to wait for his Son from heaven, whom he raised from the dead, even Jesus, who delivers us from the wrath to come. From the wrath to come. So there will be a future revelation of wrath. Wrath to come. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്ന. ഓക്കെ, എൻ്റെയൊക്കെ ബൈബിളിൽ 9-ാം വാക്യം അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടല്ലോ. താങ്ക് ഗോഡ്. എനിവേ, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവൻ. ആൻഡ് ഇൻ 2:5 വായിച്ചു. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും അതല്ല റോമൻസ് 2:5. ഞാൻ 2:5 എന്ന് സിംപിളി പറഞ്ഞാൽ മനസ്സിലായിക്കണം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം. ഓക്കെ. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരദിച്ചു വെക്കുന്നു. അപ്പോൾ ഗോഡ്സ് wrath in future will be revealed. So there is an aspect of God's wrath that will be revealed in future. And secondly, there is a present disclosure of God's wrath in administration of justice by a law court. ഇല്ലേ? ഒരു പ്രസന്റ് ഡിസ്ക്ലോഷർ ഉണ്ട്. ഒരു നിയമ സംവിധാനത്തിൽ നീതി നടപ്പാക്കുമ്പോൾ ഒരു കോപത്തിൻ്റെ വെളിപ്പാടുണ്ട്. അതും പോൾ പറയുന്നുണ്ടേ. 13:4 റോമൻസ് 13:4. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെ അല്ല. ശ്രദ്ധിക്കണം. ഇത് പോൾ എഴുതുമ്പോൾ ഒന്ന് മനസ്സിലാക്കണേ. പോൾ ഇതെഴുതുമ്പോൾ ഇതാരെക്കുറിച്ചാണ് എഴുതുന്നതെന്നറിയോ? അന്ന് ആരാ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയോ? റോമിലെ നീറോ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ഏകദേശം. നീറോ തുടങ്ങിയില്ല അന്നേരം, എങ്കിലും ഭയങ്കര ക്രൂരന്മാരാകുന്ന എനിക്ക് തോന്നുന്നത് ഓഫ് കോഴ്സ് നീറോ തുടങ്ങുന്ന സമയമാണ്. അപ്പം അയാളെ ഇപ്പം പോൾ എന്നാ വിളിച്ചേക്കുന്നത് നോക്കിയേ. അവരാരാ? പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരനാണ്. Paul calls, even when he was writing, there was such a cruel, tyrannical rule of Roman governors and Roman Caesars. But even then he refers to them as God's servants because they administer justice. അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ലോ ഓഫ് ദ ലാൻഡിന് കീഴടങ്ങണം. അത് നമ്മൾ പല നിലകളിൽ ബ്രേക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ആസ് ഫാർ ആസ് വി ക്യാൻ നമ്മൾ ബ്രേക്ക് ചെയ്യരുത്. ഡ്രൈവിംഗ് റൂൾസ് എന്തെല്ലാം നിലകളിൽ we shouldn't break. Christians shouldn't break the law of the land. But അത് പറയുമ്പോൾ even when I say that, there is a caveat. We shouldn't break the law of the land. But let me add this caveat. When the law of the land is against the law of God, then we have a duty to disobey that. പേടിക്കൊന്നും വേണ്ട, അങ്ങനെയാ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിവിൽ ഡിസൊബീഡിയൻസ് എപ്പോഴാണ് കറക്റ്റ് ആകുന്നതെന്നറിയാമോ? ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് ഘടകവിരുദ്ധമായി. ഉദാഹരണത്തിന് അതല്ലേ, ദാറ്റ് ഈസ് വാട്ട് വി റീഡ് ഇൻ ബൈബിൾ. Daniel and his 3 friends. King said, fall down and
worship the image. Did they do that? No. They disobeyed. ഇല്ലേ? അപ്പോൾ മനസ്സിലായല്ലോ? We were talking about something. ഇവിടെ വില കൂടുതലുള്ള നാട്ടിൽ ടാക്സ് എക്സംഷൻ കിട്ടുന്ന ചില സാധനങ്ങൾ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയാൽ കഴിഞ്ഞാൽ ആ ടാക്സ് നമുക്ക് കിട്ടും. ഞാൻ ആദ്യം ചിന്തിച്ചു, ശരിയാണല്ലോ, കൊള്ളാമല്ലോ. അങ്ങനെ ഞാൻ ചിന്തിച്ചു. പിന്നെ ഞാൻ അതൊന്ന് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായേ, തിരിച്ചു വരുമ്പോൾ ആ ഫോമിനകത്തൊരു കാര്യമുണ്ട്. ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് ഇല്ലേ ഒരു കാര്യമുണ്ട്. അപ്പോൾ വി കൺവീനിയൻ്റ്ലി ഫോർഗെറ്റ് ദാറ്റ്. ഇന്ന് വരെ അറിയാത്തവരെ നിങ്ങളെല്ലാം ഇപ്പോൾ അറിഞ്ഞു ഇത്. അയ്യോ, ഇന്ന് മാത്രം ഞാൻ ഇന്ന് വന്നു ഇത് കേൾക്കാനായിരുന്നോ എന്ന് നിങ്ങളാരും ചിന്തിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് കാര്യം, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ഇല്ലേ, നീതിയുടെ ആ അഡ്മിനിസ്ട്രേഷൻ ദൈവം വെച്ചേക്കുന്ന കാര്യമാണ്. വെൻ യു ബ്രേക്ക് യു ആർ അണ്ടർ ദ റാത്ത്. ഓക്കെ, ബട്ട് അതല്ല ഇവിടെ പോൾ പറയുന്ന 13-ാം അധ്യായത്തിൽ ഇൻ ചാപ്റ്റർ 13 he talks about that. But here there is a kind of present disclosure of God's anger. And he goes on to explain it by his terrible threefold refrain. God gave them over. Last week I said, കഴിഞ്ഞ ആഴ്ച ഞാനത് പറഞ്ഞ 24, 26, 28 ഈ വാക്യങ്ങളിൽ അവിടെ പറയുന്നൊരു കാര്യം, ദൈവം അവരെ കൈവിട്ടു. When we usually hear about God's anger, we always think of lightning or tsunami or an earthquake or something like that. But instead of Paul talking about that, he talks about the revelation, a present disclosure of God's wrath, which goes quietly and invisibly to, how does it work out? It works out in handing over everyone who disobeys God's revelation, his light. He is handing them over to themselves. He hands them over to themselves. അവർക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ അവരെ വിട്ടുകൊടുക്കുന്നതിലൂടെയാണ്. In other words, here the wrath of God it is not God intervening with a great natural catastrophe. No, in fact, it is God's anger is revealed not by intervention, rather by not intervening. That is how God's wrath is being revealed. By letting man and woman go their way. അങ്ങനെയാ ദൈവത്തിൻ്റെ ആങ്കർ ഇവിടെ. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ 2-3 വാക്യങ്ങൾ വായിച്ചാണ് നിർത്തിയത്. വേണമെങ്കിൽ ഒന്ന് വായിച്ചോളൂ. ആ വാക്യങ്ങൾ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സങ്കീർത്തനം, Psalm number 81 and 12, Acts 7:42. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. നോക്കുക, അവർ സ്വന്തം ആലോചന പ്രകാരം, ശ്രദ്ധിക്കണം, ആ വാക്ക് ശ്രദ്ധിക്കണം. I gave them over to their own stubborn hearts
to follow their own counsels. അതാ ദൈവത്തിൻ്റെ കോപം. പോൾ അത് തന്നെയാണ് പറയുന്നത്. God gave them over. So, see, this is how now God's anger works. If you sin, and always God the Holy Spirit is there to tell you that is wrong. That is wrong. You again sin. You disobey. You എന്താ പറയുന്നത്, മനഃപൂർവമായിട്ട് ഡിസൊബേ ചെയ്യുക, മുൻപോട്ട് പോകുക. സോ ദൈവം എന്തോ ചെയ്യുന്നു, ആ റെസ്ട്രെയിനിങ് ഹാൻഡ് അങ്ങ് മാറ്റുന്നു. Previously there was a restraining hand of God in our life, but we in spite of God's word to us time and time again, വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. തെറ്റാന്നറിയാം. that is not correct. We still are not willing to submit ourselves. നമ്മൾ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് മുൻപാകെ നമ്മളെ തന്നെ താഴ്ത്താൻ തയ്യാറല്ല. ദൈവം എന്തു പറയും? ഓക്കെ, ഗോ അഹെഡ്. അപ്പോൾ sin, unrestrained sin has got terrible consequences. If God blocks you on the way, thank God for that. ദൈവം നമ്മളെ റെസ്ട്രെയിൻ ചെയ്ത് മടങ്ങി വരാനൊരു അവസരം കിട്ടുന്നെങ്കിൽ നമ്മളത് ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റണം. ബട്ട് ദൈവം നമ്മളെ നമ്മുടെ വഴിക്ക് പോകാൻ അനുവദിക്കുകയാണെങ്കിൽ അത് ദൈവകോപത്തിൻ്റെ വെളിപ്പാട്. അതാണ് പോൾ അവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് ജാതീയ ലോകത്ത് സംഭവിച്ചത്. അപ്പോൾ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നു. എന്തിനാ വെളിപ്പെടുന്നത്? പോൾ പറയുന്നു, ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇന്നതാണ് കാര്യം. ജാതീയ ലോകം മൊത്തമായിട്ടും ദൈവത്തിൻ്റെ വെളിപ്പാടിന്, ദൈവം ഒരു വെളിപ്പാട് ഭൂമിയിൽ വെച്ചിട്ടുണ്ട്, പക്ഷെങ്കിൽ അതിനെ ഡിസൊബേ ചെയ്യുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം വരുന്നു. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ആ ബാക്ക് ഡ്രോപ്പിലാണ് സുവിശേഷം. നമ്മൾ കഴിഞ്ഞ ആ സാറ്റർഡേ കേട്ടില്ല, എനിക്ക് വളരെ സന്തോഷം തോന്നി. സോ സ്ക്രിപ്ചറൽ that dear man of God, Ben Price, അത് വളരെ സ്ക്രിപ്ചറലായിട്ടാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് against that black canvas Paul paints the beautiful light of God's gospel. അല്ലേ? ഇതാ മനുഷ്യൻ. അപ്പോൾ ഇത് മനസ്സിലാക്കുമ്പോഴേ ഒരു പാപി, അയ്യോ ഞാൻ പാപിയാണ്. നമ്മൾ വായിച്ചിട്ടില്ലേ പിൽഗ്രിം പ്രോഗ്രസ്? ഇല്ലേ? വായിച്ചിട്ടില്ലേ? വായിക്കണം. വേദപുസ്തകം കഴിഞ്ഞ് പെന്തക്കോസ്തുകാരെല്ലാം വായിക്കേണ്ട ഒരു പുസ്തകം. വേദപുസ്തകം ഒന്നാമത്. അത് കഴിഞ്ഞ് എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ് പിൽഗ്രിം പ്രോഗ്രസ്. കേട്ടോ? എല്ലാ പെന്തക്കോസ്തുകാരും വായിക്കണം. പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാർ വായിച്ചേ തീരും. കാരണം രക്ഷാനിർണയമില്ലാത്ത ഒത്തിരി പേരുണ്ട്. രക്ഷാനിർണയമില്ല. പോമോ? കർത്താവ് വരുമോ? വന്നാൽ പോമോ? ആർക്കറിയാം? നോ. അതാ ഞാൻ പറയുന്നത്, സുവിശേഷം സഭയിലാണ് പ്രസംഗിക്കേണ്ടത്. എന്നും പ്രസംഗിക്കണം. നമ്മളോട് തന്നെ പ്രസംഗിക്കണം. കാരണം ഇറ്റ് ഈസ് ഓൺലി ബൈ ഗോഡ്സ് ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപ. അതാ പോൾ ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ആ കോപം വെളിപ്പെടുന്നു. അതുകൊണ്ട് വരുവാനുള്ള അത് ആ പിൽഗ്രിം പ്രോഗ്രസ്, ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. City of destruction, and that Christian who was later called to be a Christian, he was running from the city of destruction. നാശപട്ടണത്തിൽ നിന്ന് ആ സെലസ്റ്റിയൽ സിറ്റിയിലേക്ക് ഓടുകയാണ്. along the way ആദ്യം കണ്ട ഇവാഞ്ചലിസ്റ്റിനെ പരിചയപ്പെടുത്തി.
അദ്ദേഹം വഴിയിൽ കാണുന്നു. ഇവാഞ്ചലിസ്റ്റ് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു ഈ ബാക്ക് പാക്ക് ഒന്ന് മാറിപ്പോകാൻ വേണ്ടി, പക്ഷെ ഇത് പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞു, നോ, ലുക്ക് അറ്റ് ദ ക്രോസ്. ആ ക്രോസിൻ്റെ അടുത്തേക്ക് വരിക. വളരെ മനോഹരമായിട്ട് അത് ജോൺ ബെനിയൻ എഴുതിയേക്കുന്നത്. വൺസ് that pilgrim came to the foot of the cross, his backpack of sin is gone. പ്രിയപ്പെട്ടവരെ, അതാ വീണ്ടും ജനനം. ആ വീണ്ടും ജനന അനുഭവം നമ്മൾ അനുഭവിക്കണം. അതാ നമ്മളെ നിത്യതയിലേക്ക് നയിക്കുന്നത്. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ മീറ്റിംഗ് അവസാനിപ്പിക്കും.